കൽപ്പറ്റയിൽ നിന്നും മേപ്പാടി വഴി ചൂരൽമല കടന്ന് മുണ്ടക്കയിലേക്ക് മുടങ്ങാതെ KSRTC സർവീസ് നടത്തിയിരുന്നു മുൻപ്. ഓരോ ട്രിപ്പിലും ഉണ്ടായിരുന്നത് സ്ഥിരപരിചിതരായ യാത്രക്കാരും. മഹാദുരന്തം ഒരു നാടിനെ ഒന്നാകെ ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞ ആ കെട്ട രാത്രിക്കപ്പുറം ചൂരൽമല വരെ മാത്രമേ ബസ് സർവീസ് നടത്തുന്നുള്ളൂ. വീണ്ടും ഒരു ജൂലൈ 30 പൂർത്തിയാകുമ്പോൾ ഉള്ളുലഞ്ഞ മനസ്സ് നീറിയാണ് ഈ ജനത ഓരോ യാത്രയും പൂർത്തിയാക്കുന്നത്. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. കൽപ്പറ്റയിൽ നിന്നും മേപ്പാടി വഴി ചൂരൽമലയിലേക്കാണ് യാത്ര KSRTC ബസ്സിലാണ്. സ്ഥിരപരിചിതരായ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്ന ഒരു KSRTC ബസ്സിൽ അന്ന് അവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന KSRTC ജീവനക്കാരോടൊപ്പമാണ് നമ്മുടെ യാത്ര. പക്ഷേ 2024 ജൂലൈ 30-നിപ്പുറം ഈ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ പരസ്പരം സംസാരിക്കുന്നതും അവരുടെ സങ്കടങ്ങളുമെല്ലാം അതിന്റെ അളവ് വർദ്ധിച്ചു. കാരണം ഉരുൾപൊട്ടൽ ദുരന്തം ആ ജനതയെ പാടെ തകർത്തു കളഞ്ഞിരുന്നു. ഒരു വർഷത്തിനിപ്പുറം ആ ജനതയുടെ ആ യാത്രയിൽ അവരെന്തൊക്കെയായിരിക്കും സംസാരിക്കുക? നമുക്കൊന്ന് അവരോടൊപ്പം യാത്ര ചെയ്ത് നോക്കാം. സമയം ഉച്ചയ്ക്ക് 1:45. കൽപ്പറ്റ KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് സർവീസ് ആരംഭിച്ചു. മേപ്പാടിൽ നിന്നാണ് കൂടുതൽ ആളുകൾ കയറാനുള്ളത്. ചെറുതായി മഴ പൊടിയുന്നുണ്ട്. സ്ഥിരയാത്രക്കാരെ കണ്ടതോടെ ബസിന്റെ സാരഥി ഷിഹാബുദ്ദീനിക്ക ഹോൺ നീട്ടിയടിച്ചു. എല്ലാവരും കയറിയെന്ന് ഉറപ്പിച്ച കണ്ടക്ടർ ഇന്ദുലേഖ ബെല്ലടിച്ചു. യാത്ര ആരംഭിച്ചു. കർഷകർ, കൂലിവേല ചെയ്യുന്നവർ, എസ്റ്റേറ്റ് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെ അതിസാധാരണക്കാരായ മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആനവണ്ടികൾ. ആർക്കൊക്കെ എവിടേക്കാണ് ടിക്കറ്റ് നൽകേണ്ടത്, എവിടെയെല്ലാം വണ്ടി നിർത്തണം, ഇതൊന്നും ചോദിക്കാതെ തന്നെ ചെയ്യാൻ പാകത്തിന് പരിചിതമായിരുന്നു ഓരോ യാത്രകളും യാത്രക്കാരും. ഇന്നിപ്പോൾ മുണ്ടക്കൈ എന്ന ബോർഡ് ബസ്സുകളിലില്ല. യാത്രക്കാരുടെ എണ്ണം പാടെ കുറഞ്ഞു. എന്നാൽ ഓരോ യാത്രയും മൺമറിഞ്ഞു പോയ നാടിന്റെയും ഉറ്റവരുടെയും ഓർമ്മകൾ വീണ്ടും ഉണർത്തുന്നതാണ്. നമുക്ക് ഇന്നാണ് ഇപ്പോൾ 12 മണിക്ക് എടുക്കുന്ന ഒരു ബസ്, അതിൽ നല്ല ആളുണ്ടായി. നമുക്ക് ആ പഴയ കാലം ഓർക്കേണ്ട ഒരു ഇത് വന്നു. നമുക്ക് അത്രയും ആളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്ന് പറയും ചെയ്തു, ഇത്രയും ആളുണ്ടല്ലോ എന്ന്. മറ്റേത് ഇപ്പോൾ കുറച്ച് സ്കൂൾ പിള്ളേരും പിന്നെ ഇത്രയും ഭാഗത്ത് ഞങ്ങൾ താമസിക്കുന്ന കുറച്ച് ആൾക്കാരും മാത്രം പോയി വരും അല്ലേ. മഴയുടെ ശക്തിയൊന്ന് കൂടിയതോടെ ചിലർ ആശങ്കയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആ കറുത്ത ചൊവ്വാഴ്ചയുടെ ഇരുണ്ട ഓർമ്മകളായിരിക്കാം പലരുടെയും ഉള്ളിൽ. യാത്രക്കിടയിൽ നാളുകൾക്ക് ശേഷം നേരിൽ കണ്ടതിന്റെ സന്തോഷം പലരും പരസ്പരം പങ്കുവച്ചു. ചിലർക്ക് ഈ യാത്ര നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളെക്കുറിച്ചുള്ള ഓർമ്മകളായി. ഒന്നാണെങ്കിൽ ഇപ്പോൾ മേപ്പാടി നിന്നിട്ട് എടുത്തപ്പോൾ തന്നെ ഓർമ്മ വന്ന മുണ്ടക്കയിലുള്ള എൻ്റെ കൂടെ പഠിച്ച ചെക്കന്മാർ ഒക്കെ വരുന്ന ബസ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, പലവരും പല സ്ഥലത്ത് ഇപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു കല്യാണം കൂടിയിട്ട് വരികയാണ്. അവിടെ പോകുമ്പോൾ കുറേ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണെങ്കിലും പല ഭാഗങ്ങളിലായി ചിന്നച്ചെതറി കാണണമെങ്കിൽ ഇതേമാതിരി വല്ല കല്യാണമോ വീട്ടുകൂടലൊക്കെ ആരെയും വിളിച്ച് പുറത്ത് വെച്ച് കഴിക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും കാണും. ചിലർക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇപ്പോഴും ലഭിക്കാത്ത നഷ്ടപരിഹാരത്തെക്കുറിച്ചും തുടരുന്ന കാട്ടാന ശല്യത്തെക്കുറിച്ചുമുള്ള ആശങ്കകളാണ്. ഒരു ഇതും കിട്ടുന്നില്ല. മൃഗങ്ങളുടെ ശല്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് ആനുണ്ട്, ഇപ്പോൾ വയലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഒരു കൃഷി കൊണ്ട് ഒന്നും മുന്നോട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു രക്ഷയില്ല ജീവിക്കാൻ. മൃഗങ്ങളുടെ ശല്യം അധികാരികളുടെ അടുത്ത് പറഞ്ഞാൽ അതൊരു കാര്യമില്ല, ഒരു കാര്യം കിട്ടുന്നില്ല. 5 വർഷത്തിലധികമായി ഈ നാടിനോടും നാട്ടുകാരോടും ചേർന്ന് നിൽക്കുന്നതായിരുന്നു KSRTC ഡ്രൈവർ ഷിഹാബുദ്ദീന്റെ ഓരോ ദിവസവും. മുണ്ടക്കയിൽ കുറേ ബന്ധങ്ങളുണ്ട്. രാവിലെ 6 മണിക്കാണ് നമ്മൾ ഫസ്റ്റ് വണ്ടി അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് മുണ്ടക്കയിൽ വന്നിട്ടാണ് ചായ കുടിച്ചിട്ട് പോകാറ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഒരുപാട് ആളുകൾ അവിടുത്തെ കൂലിപ്പണിക്കാരും അല്ലാത്ത ആളുകളൊക്കെ അവിടെ ഒരുപാട് ആളുകളുണ്ട്. അവരുമായിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത്. അപ്പോൾ ഇപ്പം അവരെ കാണാതാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. 1.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഈ നാടുമായി ഉണ്ടായ വലിയ ആത്മബന്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട് കണ്ടക്ടർ ഇന്ദുലേഖയ്ക്ക്. മുണ്ടക്കൈയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അവിടെയൊക്കെ ഒരു ചായക്കടയും ഒക്കെ അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ കൊതിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കുറേ ആൾക്കാർ, എത്രയോ ആൾക്കാർ നമ്മൾ കണ്ടുപരിചയം ഉണ്ടല്ലോ. ഇന്നും ഇവിടെ ഈ റൂട്ട് വരുന്നേരം ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ഫുള്ള് ലോഡായിട്ടായിരുന്നു പോയത്. കുട്ടികളും ഒക്കെ കൂടിയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ വരാറുള്ളൂ, പക്ഷെ ആ വരുന്ന റൂട്ട് സ്ഥിരമായിട്ട് വരാറില്ല. എന്നാലും അങ്ങനെയായിരുന്നു, ഒരു സങ്കടം തന്നെയാണ്. എവിടെയോ വായിച്ചൊരോർമ്മ.
അതിജീവനമെന്നാൽ പോരാളികളുടെ കഥകൾ മാത്രമല്ല, ജീവിക്കാൻ കൊതിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഇന്നിന്റെ നിമിഷങ്ങൾ കൂടിയാണ്. അവർ യാത്ര തുടരുകയാണ്. ഷാഫിക്കൊപ്പം ബെൻസൻ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, ചൂരൽമല.